Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. അഞ്ചൽ ചന്തമുക്കിൽ അതിഥി തൊഴിലാളികൾ തമ്മിലടിച്ചു. സഹികെട്ട നാട്ടുകാരിടപെട്ടതോടെ അക്രമികളായ തൊഴിലാളികളെ പിരിച്ചുവിട്ടു. രംഗം ശാന്തമാക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ അഞ്ചൽ ചന്തമുക്കിലെ പൊതുസമ്മേളന വേദിക്ക് മുന്നിലാണ് ഇവർ തമ്മിലടിച്ചത്. ഇവിടുത്തെ ചായക്കടയിലെ തൊഴിലാളിയായ അതിഥി തൊഴിലാളിയുമായി കടയിലെത്തിയ മറ്റ് അതിഥി തൊഴിലാളികൾ വാക്കേറ്റമുണ്ടായി. ഇതേ തുടർന്ന് പുറത്തുനിന്നും എത്തിയവരെ കടയുടമയും മറ്റു ജീവനക്കാരും ചേർന്ന് കടയിൽ നിന്ന് പുറത്തിറക്കി രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചുവെങ്കിലും അല്പസമയം കഴിഞ്ഞ് കടയിലെ തൊഴിലാളിയെ ഏതാനും പേർ കടയ്ക്കുള്ളിൽ നിന്നും വലിച്ചിറക്കി മർദ്ദിക്കുകയുണ്ടായി. ഇതോടെ സ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരും കട ഉടമയും ചേർന്ന് അക്രമികൾക്ക് നേരെ തിരിഞ്ഞതോടെ എല്ലാ അതിഥി തൊഴിലാളികളും സ്ഥലം വിട്ടു. अरे दुकान के सामने क्यों लड़ाई कर रहे हैं? इसमें क्या बात है? आपस में दुकान के अंदर क्यों लड़ाई करते हैं? अरे कुछ करो तो बाहर जाके करो साला भोसड़ी का निकल यहाँ से। इतने लोग यहाँ खड़े हैं क्या അവനെ കച്ചറ സംസാരിച്ച് നിങ്ങൾ കാര്യമായിട്ട് സംസാരിച്ചങ്ങ് തീർക്കണം. എന്തിനാ വഴക്കുണ്ടാവുന്നത്? അസമയം ആർക്കല്ലേ അവന് അഹങ്കാരമാക്കി സംസാരിച്ച് എന്തിട്ട് നിങ്ങൾ ക്ഷമയായിട്ട് സംസാരിക്കുക. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ ചായ കുടിക്കാൻ വന്നില്ലേ. അപ്പൊ അവന് വേറെ വേറെ സംസാരിച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വിവരമറിഞ്ഞ് അഞ്ചൽ SHO ഹരീഷ്, SI പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തിയെങ്കിലും അക്രമികളെ കണ്ടെത്താനായില്ല. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ ഇന്ന് നടന്ന സംഭവം വളരെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണ്. കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് പണിയെടുക്കരുതെന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല എങ്കിൽ തന്നെ ഇവിടെ വന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീടുകളെടുത്ത് താമസിച്ച് ലഹരി വിൽപ്പന ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലീസ് അധികാരികളുടെ ശ്രദ്ധ കൂടുതൽ ഇക്കാര്യത്തിൽ പതിയേണ്ടിയിരിക്കുന്നു. കാരണം അവരെ ബംഗ്ലാദേശിയാണോ അതോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണോ ഒന്നും ഇവിടെ നാട്ടുകാർക്കറിയത്തില്ല, ബന്ധപ്പെട്ട അധികാരികൾക്കും അറിയത്തില്ല. അതിനാൽ കൃത്യമായി ഇവരുടെ വാസസ്ഥലങ്ങളിൽ പോലീസിന്റെ പരിശോധന ഉണ്ടാവുകയും അവരുടെ കൃത്യമായ രജിസ്റ്റർ നമ്മുടെ പഞ്ചായത്തിലോ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലോ സൂക്ഷിക്കുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന വിപത്ത് വളരെ വലുതായിരിക്കും. ഇത് ഇവരുടെ ഒത്തുകൂടൽ പലപ്പോഴും പൊതുജനങ്ങൾക്ക് അരോചകമാവുന്ന സ്ഥിതിയിലാണ് ഇവരുടെ പോക്കുകൾ. പല വിധത്തിലുള്ള ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ടുള്ളവരും ഇവരുടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നത്. ഇന്ന് തന്നെ ഈ ചന്തമുക്കിലുള്ള ഒരു ബേക്കറിയിൽ കടന്നുകൂടിയ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ആ കടയിൽ തന്നെയുള്ള ഒരു ജീവനക്കാരനായ അന്യസംസ്ഥാന തൊഴിലാളിയെ കൂട്ടം കൂടി നിന്ന് വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇത് ആ കടയിൽ വന്ന നാട്ടുകാർക്കും അവിടെ കൂടിയ നാട്ടുകാർക്കെല്ലാം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത്. ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ക്രിമിനൽ മൈൻഡോട് കൂടിയിട്ടുള്ള ആൾക്കാരാണ് ഇവരിൽ ഭൂരിപക്ഷവും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ തന്നെ ഈ കോഴിക്കടയിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായ തമ്മിലുള്ള ആക്രമണത്തിൽ ഒരാളുടെ കഴുത്തറുത്ത് കൊല്ലുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ആ മൈൻഡോട് കൂടിയിട്ടുള്ള ആൾക്കാരാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഭൂരിപക്ഷവും ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൃത്യമായ വിവരം പോലീസിനും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരക്കാരെ നിയന്ത്രിക്കുന്നതിനും അവരെ നിയന്ത്രിച്ച് പൊതുജീവിതം സാധാരണ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി പോലീസ് അധികാരികളും പഞ്ചായത്ത് അധികൃതരും ഇവരെ ഇവിടെ എത്തിച്ചിട്ടുള്ള കോൺട്രാക്ടർമാരും ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ അഞ്ചൽ.